ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ അടിപൊളിയായിട്ടോ. നല്ല മഴയാണ് നാട്ടിൽ. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ മഴ ഉണ്ടോ അല്ലേ? എനിക്ക് കമൻ്റ് ആയിട്ട് പറഞ്ഞുതരും കേട്ടോ. ആൻഡ് ഇന്ന് ഞാൻ 3 ടൈപ്പ് ഓഫ് ബാഗായിട്ടാണ് വന്നത്. അഗൈൻ ദിസ് ഇസ് ഫ്രം മീഷോ. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഒരു സ്മോൾ ടൈപ്പ് ഓഫ് ബാഗും 2 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പമുള്ളൊരു ബാഗ്. ഒരു ക്യൂട്ട് അടിപൊളി ബാഗ്. നമ്മളെ കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയൊരു ടൈപ്പ് ബാഗാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ആ വലിയ ആൾക്കാരെ ഒരു പിക്ചറിലാണ് ഞാൻ ഈ ബാഗ് കണ്ടത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ വേരിയൻ്റ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു വൈറ്റും ബ്ലാക്കും പിങ്കും അവൈലബിൾ ആണെന്ന്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നല്ല പ്യുവർ ബ്ലാക്ക് കളറിലാണ് കൊടുത്തത്. നല്ല അടിപൊളി വൈറ്റ് ബീഡ്സിൽ വരുന്ന സ്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ലെറ്റ്സ് ഓപ്പൺ ദിസ് ആൻഡ് സീ ഹൗ ഇറ്റ് ഈസ് ഇൻസൈഡ്. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ഫോണ് അങ്ങനെയൊന്നും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മളെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റും. ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ, കോയിൻസ്. ഇതിൻ്റെ വേറെ സൈഡിൽ എവിടെയും ഹോളോ കാര്യങ്ങളോ പുറത്തേക്ക് പോകാനുള്ള ചാൻസോ കാര്യങ്ങളൊക്കെ കുറവാണ്. നമുക്കിത് സ്ലിങ് അവൈലബിൾ ആണ്, അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിൽ സ്ലിങ് അവൈലബിൾ ആണ്. അപ്പം ഇത് ഇഷ്ടമുണ്ടെങ്കിൽ സ്ലിങ് യൂസ് ആക്കാം. അതായത് സ്ലിങ് ഇവിടെതാ ഇതിന് പെട്ടെന്നൊന്നും അങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിലാണ് സ്ലിങ് ഹാങ് ചെയ്യാൻ അവർ കൊടുത്തത്. കാണിച്ചു തരാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. നല്ല ഒരു എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ കാണുന്നില്ല. നല്ലൊരു ഹൈഡായിട്ട് നല്ല സെറ്റപ്പിലാണ് കൊടുത്തത്. നല്ലൊരു ഹൈ കോൺസെപ്റ്റ് ആയിട്ടാണത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാം. ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാം. നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ ആൾക്കാർക്കും യൂസ് ആക്കാൻ പറ്റും. ബസ്സിലൊക്കെ പോകുമ്പം എന്താ പറയുക, ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ബാക്കി കോയിൻസും നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലിട്ടാലും വലിയ തെറ്റൊന്നുമില്ല. നല്ല ക്യൂട്ട് ഐറ്റംസ് ആ സാധനമല്ലേ. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി മാച്ച് ആവുന്നെങ്കിൽ അബായൻ്റെ കൂടെ വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയൊക്കെ ഒന്നും കൂടി നല്ല മാച്ച് ആയിരിക്കും. നല്ല രസമുണ്ടാകും ഇതിട്ടാൽ. വൈറ്റ് അവൈലബിൾ ആണ്. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് ബ്ലാക്ക് കണ്ടപ്പോൾ ഒന്നും കൂടി ഇഷ്ടം തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. കണ്ടോ, ഇതിലാകെ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ആകെ ഒരു കമ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ സീക്രട്ട് സിബോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സീക്രട്ട് പോക്കറ്റ്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സിലിക്കോൺ ആണ്. സിലിക്കോൺ സ്ലിംഗ് ബാഗ് ആണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആകെ 188 റുപ്പീസ് മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പം ആർക്കെങ്കിലും ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും മേടിച്ച് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാം. അപ്പോൾ ലെറ്റ്സ് അൺബോക്സ് ദി സെക്കൻഡ് ബോക്സ്. അപ്പം ഇതാണ് ബാഗ്. ഇതൊരു ക്യാൻവാസ് വൈറ്റ് ടോട്ട് ബാഗാണ്. വുമൻ അതായത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാൻ പറ്റും. ഭയങ്കര അടിപൊളി ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ കമ്പാർട്ട്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല.
ക്യാൻവാസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വന്നിട്ട് ക്യാൻവാസ് ആണ്. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ട് മേടിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓറൽസ് യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ ദ ടോട്ട് ബാഗ് പ്രൈസ്. അപ്പം ഞാൻ അങ്ങനെയും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ ലിങ്ക് തരാം. ആൻഡ് ദ അനദർ തിങ് ഈസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 197 റുപ്പീസാണ് ഈ ഒരു ബാഗിനുള്ളത്. എനിക്ക് തോന്നുന്നു ടോട്ട് ബാഗ് എല്ലാം ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പം ഞാനിതൊന്ന് ഇട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ ബാഗ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ഒരു എൽബോൻ്റെ അത്രയും ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട്. വിടുത്തും കുഴപ്പമില്ലാത്തൊരു കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വിടുത്തും വരുന്നുണ്ട്. അപ്പം ദിസ് ഈസ് ദ ബാഗ്. And then see the next bag. Third bag idana, and let's see how it is. ഇത് അത്യാവശ്യം വലിയ ബാഗാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്ക് വലുതാവുന്ന സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ നമുക്ക് ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. അത്യാവശ്യം കുറേ കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബാഗാണ്. കണ്ടോ, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ആക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ന്യൂ മോമിനൊക്കെ യൂസ് ആക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ബാഗാണ്. നമുക്ക് ഡയപ്പർ ബാഗായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ആക്കാം എന്നൊരു ഫീൽ എനിക്കുണ്ട്. നമുക്കുള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആൻഡ് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം കേട്ടോ. ഫുൾ ഓപ്പൺ ആട്ടോ. അതായത് ഫുൾ ഇതിൻ്റെ താഴെ ഭാഗം മാത്രമാണ് ക്ലോസ് ആയി കിടക്കുന്നത്. കണ്ടോ, ഇവിടെയും ഒരു സിപ്പ് ഉണ്ട്. അങ്ങനെയല്ല, അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയും കമ്പാർട്ട്മെൻറ്റ്സും കൂടുതലുള്ളൊരു ടൈപ്പ് ഓഫ് ബാഗാണ്. അപ്പം ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഇത് 1, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ഇത് 2, ആൻഡ് തേർഡ് കമ്പാർട്ട്മെൻറ്റ് ദ ബിഗ് വൺ, ഏറ്റവും നല്ല വലിയ കമ്പാർട്ട്മെൻറ്റാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. കണ്ടോ, തേർഡ് വൺ. ആൻഡ് ഇൻസൈഡ് ഫോർത്ത് വൺ, നാലാമത്തെ ഒരു കമ്പാർട്ട്മെൻറ്റാണ് ഇത്. നാലാമത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ്. ഇത് വലിയ ലെങ്ത് ഇല്ല. അതാ കണ്ടോ, ഇത്ര ലെങ്ത് ഉള്ളൂ ഇതിനുള്ളത്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് 5th, 6th. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. നല്ല ക്ലോത്ത് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. കണ്ടോ, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇൻസൈഡും അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ വലിയൊരു സ്പേസ്, അത്ര വലിയ സ്പേഷ്യസ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. സ്പേസ് മാത്രമല്ല, കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ള എനിക്ക് ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിവിടെ എവിടെയെങ്കിലും ഫോട്ടോ ഞാൻ കൊടുക്കാം. കമ്പാർട്ട്മെൻറ്റ്സ് അധികം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ എന്താ പറയുക, ഇത് ഇത്ര വലുതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ആൻഡ് അനദർ കമ്പാർട്ട്മെൻറ്റ്, ഓക്കെ, ദ അനദർ കമ്പാർട്ട്മെൻറ്റ് ഈസ് ദിസ് വൺ. ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഫോണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെയും കൊടുക്കാം. ആൻഡ് ഇവിടെ താഴെ ഇതെന്താ സംഭവം അറിയില്ല, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി വലുപ്പം വേണം, ഉള്ളിലേക്ക് വലുപ്പം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് വലുതാക്കും. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ല യൂസ്ഫുൾ ടൈപ്പ് ഓഫ് ബാഗ് പോലെ എനിക്ക് ഫീൽ ആകുന്നു. കണ്ടോ, ഇത്രയും ഈ ബാഗ് ലെങ്ത്ത് വെച്ചു. കണ്ടോ, ഇവിടെ ഇത് ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ആ സിബ് ഓപ്പൺ ആക്കിയപ്പം ഇത്രയും ഇത് ഓപ്പൺ ആയി, നമുക്ക് ഉള്ളിൽ അത്രയും സ്പേസ് കിട്ടി. കാണിച്ചു തരാം. കണ്ടോ, സ്പേസ് ഇത്രയും നമുക്ക് പിന്നെയും കിട്ടി.
എനിക്ക് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല യൂസ്ഫുൾ ബാഗാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ടൂറോ അങ്ങനത്തെ എന്തെങ്കിലും പോവുകയാണെങ്കിലൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ല യൂസ്ഫുൾ ബാഗാണെന്ന്. ടോട്ടൽ 8 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഈ ബാഗിന്. 8 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 8 കമ്പാർട്ട്മെൻറ്റ്സിന് പുറമെ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല സാധനങ്ങൾ എന്തായാലും ഇതിൽ കൊള്ളും. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് മേടിച്ചോളൂ. ഇത് സ്റ്റോക്ക് ഔട്ട് ആവണേ മുന്നേ ഇതിൻ്റെ ഒരു പിങ്ക് വേർഷൻ, പിങ്ക് കളർ വേരിയൻറ്റും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 312, അതായത് 312, 312 റുപ്പീസ് മാത്രമേ ഈ ബാഗിനുള്ളൂ. ഈ ബാഗിൻ്റെ ഒരു ക്വാളിറ്റിയും അതേപോലെ തന്നെ സ്പേസും വെച്ച് നോക്കുമ്പോൾ ഇതെന്തുകൊണ്ടും 312-ന് അഫോർഡബിൾ ആണ്, ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും പോയിട്ട് മേടിച്ചോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് 3 ബാഗാണ് ഞാൻ ടോട്ടൽ കാണിച്ചത്. അപ്പം ഇതിലേതെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷുവറായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്തോ. സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ മീഷോ എന്നാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.